പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും എനിക്ക് കിട്ടൂല. നമ്മൾ തന്നെ വരണം. മാസ് വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടോ. LDF തന്നെ വരണം. LDF തന്നെ വരണം. എന്നാലേ ഈ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ LDF പ്ലീസ് എല്ലാവരും വോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം. ഈ അപ്പച്ചനൊക്കെ പെൻഷൻ കിട്ടണ്ടേ? അതിന് നിങ്ങൾ സഹായിക്കണം എങ്ങനെയെങ്കിലും പ്ലീസ്. അയ്യോ മാഷ എന്താ പറയുന്നത്? എന്താ മാഷെ പറഞ്ഞേ? ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ സമാധാനം. അയ്യോ സങ്കടപ്പെട്ടു പോയി. അതെ ഇനി പാവപ്പെട്ടവരില്ലല്ലോ, എനിക്കത് മതി. പാവപ്പെട്ടവരുണ്ടായെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നല്ലോ. എന്തായാലും പാവപ്പെട്ടവരില്ലാതാകുക എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. അയ്യോ സമാധാനമായി. ഞാൻ കരഞ്ഞങ്ങ് വല്ലാണ്ടായിപ്പോയി. ഇനിയിപ്പോൾ അപ്പച്ചൻ്റെ പെൻഷൻ്റെ ഒന്നും ആവശ്യം വരുമല്ലോ. എല്ലാവരും നല്ല നല്ല നിലയിൽ ജീവിക്കുമ്പോൾ പിന്നെ പെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ബാക്കി കൂടെ പറഞ്ഞ മാഷേ, സന്തോഷമുണ്ട് കേട്ടോ. ദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ അതിദരിദ്രല്ലേ? അതിദരിദ്ര കളഞ്ഞതല്ലായിരുന്നോ? പിന്നെ എങ്ങനെ വീണ്ടും അതിദരിദ്ര? ചിലപ്പം പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. ബാക്കി കൂടെ പറഞ്ഞ മാഷേ. വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ജീവിതത്തിലെ കേട്ടോ മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അങ്ങനെ പറ, മുതലാളിമാരില്ലാതാകുക. ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മുതലാളിമാർ ഇവിടെ ഇല്ലാതാകണം, മനസ്സിലായോ? എന്നാലെങ്കിലും ഉള്ളൂ എല്ലാവരും ഒരുപോലെ. മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന സംഭവം ഇവിടെ കാണാൻ പാടില്ല. എന്നാലും എല്ലാവരും ഈക്വലാവുള്ളൂ. മുതലാളിമാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. മുതലാളിമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നതിന് അവരുടെ മുമ്പിൽ പോയിട്ട് തൊഴിലാളിയായിട്ട് ഇങ്ങനെ പോയി നിൽക്കണം. പിന്നെ അവരുടെ മുമ്പിൽ പോയിട്ട് ശമ്പളം താന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ പോയി നിൽക്കണം. പിന്നെ ജോലിക്ക് പോകണം. ഇതൊക്കെ വലിയ പാടാണ്. അതിൽ ഭേദം മുതലാളിമാരില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിലേ അതിലേ നല്ലത്. പക്ഷെ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. മുതലാളിമാരില്ലാതിരിക്കുന്നതാണ് നല്ലത്. വേറെ പണിയൊന്നുമില്ല.